ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് നെല്ലിക്കയും ബീട്രൂട്ടും വെച്ചിട്ട് കിട്ടിയ ഹെൽത്തി ജ്യൂസാണ്. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ. അപ്പം വീഡിയോക്ക് പോകുന്നതന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പ്രാവശ്യം കുടിക്കാനുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. വേവിച്ചിട്ടില്ല, വേവിക്കാത്തതാണ്. വേവിക്കാതെ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുക കേട്ടോ. നമുക്ക് നല്ല ഗുണമുള്ളൊരു വെജിറ്റബിൾ നമുക്കറിയാലോ. അതുപോലെ തന്നെ വിറ്റാമിൻ സി ആണ്, ബ്ലഡ് ഇടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. 2 നെല്ലിക്കയാണ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. നെല്ലിക്കയ്ക്കാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ വിറ്റാമിൻ സി ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണമെങ്കിലും നമ്മുടെ എല്ല് ബലത്തിനൊക്കെ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നെല്ലിക്ക. ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയ 2 പീസ് ഇഞ്ചിയാണ് കേട്ടോ. ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് നാരങ്ങ എടുത്തിട്ട് അതും പിഴിഞ്ഞിട്ടുണ്ട്, ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ചൂടാക്കിയിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല, തുള്ളി മതി. കാരണം ഇത് ഒരുപാട് ഒഴിച്ചത് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. നമുക്കത് അരഞ്ഞ് കിട്ടണം, നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട്, ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ കുടിക്കേണ്ട ഒരു ഭക്ഷണം കഴിച്ച് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണത്തിന് മുന്നേ ആഴ്ചയിൽ 1-2 വട്ടം കുടിച്ചാൽ മതി. ഒരുപാട് ദിവസം കുടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ജ്യൂസ് അരിക്കുന്നില്ല കേട്ടോ. അരിക്കാതെ സ്ട്രെയിറ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കുകയാണ്. നമ്മൾ അരിച്ചിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ വിറ്റാമിനൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഏത് ജ്യൂസ് ഫ്രഷ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ അരിക്കാതെ ഇതുപോലെ കുടിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഒരു ചമർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസല്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ 1 സ്പൂണ് തേൻ മാത്രം ആഡ് ചെയ്തിട്ട്, പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് തേൻ മാത്രം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാം കേട്ടോ. ഹെൽത്തി ജ്യൂസ് അല്ല, അത് ഷെയ്ക്കോ കാര്യങ്ങളല്ലേ, നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുടിക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ചിലതൊക്കെ കഴിക്കുമ്പോൾ അലർജിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെവരാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. രാവിലെ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 1-2 വട്ടം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് മുന്നായിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ഗ്ലോ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഹെയറിനാണെങ്കിലും നമ്മളെ എല്ല് ബലം പ്രതിരോധ ശേഷി കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷേക്കും കാര്യങ്ങളും നമ്മൾ മധുരമൊക്കെ ഇട്ട് കുടിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഹെൽത്തി ഒരു ജ്യൂസും കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.